ഹലോ കൂട്ടുകാരെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നങ്ക മീനും മാങ്ങയും കൂടിയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്തുള്ള അരപ്പ് തയ്യാറാക്കി വെക്കട്ടെ. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ഉള്ളി, ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നല്ല മഷി പോലെ എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് മാങ്ങ, തക്കാളി, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില. ഒരുപാട് പേര് പറയുന്നുണ്ട് തക്കാളി മീൻകറിക്കകത്ത് ചേർക്കത്തില്ലെന്ന്. അത് ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. തക്കാളി ചേർക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, തക്കാളി ചേർക്കാത്ത സ്ഥലങ്ങളുമുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾ പറയുന്നത് തെറ്റായൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ തക്കാളി ചേർത്തിട്ടാണ് മീൻകറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ നങ്കമീൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കിലോ നങ്കമീനാണ് എടുത്തിരിക്കുന്നത്. കഷ്ണമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യാനുസരണത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച്, നിങ്ങൾക്ക് ചാറ് എന്തോരം വേണോ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറിയ ചാറോട് കൂടി മതിയെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ്. വറ്റി വരുന്നതല്ല, തിളച്ച് നല്ലപോലെ നമ്മുടെ അരപ്പിന് നിന്നൊക്കെ ഒരു എണ്ണ പോലെ ഇറങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്, ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മീൻ അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരും. ചാറൊക്കെ ഒന്ന് കുറുകി ഇതുപോലെയൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചിലരൊക്കെ ഇങ്ങനെ തക്കാളി ഇട്ട് തയ്യാറാക്കാറുണ്ട്, ചിലർ തക്കാളി ഇട്ട് തയ്യാറാക്കാറില്ല. പണ്ടുള്ളവരാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും ചില നാടുകളിൽ തക്കാളി ഇട്ട് തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നങ്കയും മീനും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.